അപ്പോൾ അവരെല്ലാം വർക്ക് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തു. ഞാൻ വർക്ക് കഴിഞ്ഞ ടൈമിൽ 12 മണിയായി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇക്ക നാളെ എങ്ങനെ വരണ്ടേ? പുള്ളി പറഞ്ഞു, അല്ല നിങ്ങൾ സാധാരണ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാധാരണ പൊതുവെ ഓൾറെഡി കസ്റ്റമർ ആവശ്യപ്പെടുന്ന ടൈമിലാണ് നമുക്ക് ഫോട്ടോ എടുക്കാറ്. അപ്പോൾ അങ്ങനെ പുള്ളി ഒന്നും കുഴപ്പമില്ല, 7 മണിയാ പോരെ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് പുള്ളി ഞാൻ ഇതുപോലെ ശനിയാഴ്ച ഇതുപോലെ ഒരു 6:45 ടൈമിൽ ഈ പെണ്ണിൻ്റെ വീട്ടിലെത്താണ്. അപ്പോൾ ഞാൻ ചെന്ന് തന്നെ കാറ് പാർക്ക് ചെയ്തു. അപ്പോൾ മറ്റേ ഈ സ്റ്റേജിൻ്റെ അങ്ങനെ കുറച്ച് നടക്കാനുണ്ട്, കുറച്ചിത്. അപ്പോൾ ഞാൻ ആ ചെന്ന ടൈമിൽ തന്നെ എൻ്റെ ഫ്ലാഷ് ബ്ലിങ്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ റീൽസും ഇല്ല. അപ്പോൾ ആ പയ്യന്മാർ ചോദിച്ചാൽ, അപ്പോൾ പുള്ളി പറഞ്ഞു റീൽസ് ഇല്ല, ഒരു ദിവസം മാത്രം റീൽസ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് വേറെ ഫോട്ടോഗ്രാഫർ. അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നേരെ ഇതുപോലെ ക്യാമറയും ഒക്കെ എടുത്ത് ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത്, അപ്പോൾ മറ്റേ വിളിക്കുക തന്നെ ഈ ക്യാമറമാൻ. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് എന്ന് വെച്ചാൽ എനിക്ക് പയ്യനറിയാം, അവനെനിക്കറിയാം. അപ്പോൾ അങ്ങനെ നീ ഇവിടെയാണോ? അപ്പോൾ നമുക്ക് സന്തോഷം എന്ന് വെച്ചാൽ കൂടെ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോണേ, അപ്പോൾ ഇവനും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ ഞാനിങ്ങനെ ഭയങ്കര സന്തോഷം. അപ്പോൾ നിന്നെ ആരേൽപ്പിച്ച? പുള്ളി പറഞ്ഞു എന്നെ ഈ കല്യാണ പെണ്ണാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഈ മറ്റേ പെണ്ണിൻ്റെ ഇക്കായ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പുള്ളി ചോദിച്ചാൽ അത് 2 ഫോട്ടോഗ്രാഫിന് ആവശ്യമുണ്ടോ? പുള്ളി പറഞ്ഞാൽ ഇല്ല എനിക്കറിയില്ല. അപ്പോൾ എന്താ രണ്ട് അപ്പോൾ ഞാൻ കൊടുത്താ പുള്ളിക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ അങ്ങനെയാണ് ചിലപ്പോൾ എടുക്കും. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, കസ്റ്റമറിൻ്റെ ആവശ്യമാണല്ലോ. അപ്പോൾ കല്യാണ പെണ്ണിൻ്റെ ഇക്ക വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എന്തൊക്കെ 2 ഫോട്ടോഗ്രാഫർ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ആടാ ചെറിയ ഇതുണ്ട്, അകത്തേക്ക് വരാമെന്ന് ചോദിച്ചു. ഞാൻ നേരെ അകത്തേക്ക് എന്ന് വെച്ചാൽ ഞാൻ ഓർത്തു നമുക്കുള്ള ചായയോ വെള്ളമൊക്കെ തരാൻ വേണ്ടിയാന്ന് ഓർത്തു. എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച വന്ന് പരിചയപ്പെട്ടാണ്. പിന്നെ നമ്മൾ അറിയുന്ന ആളാണ് എന്ന് വെച്ചാൽ അറിയുന്ന അങ്ങനെയല്ല, വേറെ വർക്ക് എടുത്ത ടൈമിൽ പരിചയപ്പെട്ടാണ്. ഞാൻ അതിൽ ചായ വെള്ളമൊക്കെ തരാമെന്ന് ഞാൻ ചെന്നു. പക്ഷെ നമ്മുടെ മനസ്സിലങ്ങനെ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഈ പയ്യൻ വന്നിട്ട് പറയാടാ 2 പേരുടെ ആവശ്യമില്ല, നീ ഒന്നില്ലെങ്കിൽ ഫോട്ടോ എടുത്തോ അതല്ലെങ്കിൽ പൊക്കോ. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരുമാതിരി അങ്ങനത്തെ ഒരു ഫീലേ തോന്നി. വെച്ചാൽ നമ്മുടെ മനസ്സ് ബ്ലാങ്ക് ആയി പോകില്ല, ആ ഒരു സെറ്റപ്പിൽ എനിക്ക് തോന്നി അന്ന്. അപ്പോൾ ഞാൻ അതിലൊക്കെ അതങ്ങനെ അപ്പോൾ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു വെച്ചാൽ പുള്ളിയാളോ നേരത്തെ പറയാമെന്ന് വെച്ചാൽ നിൻ്റെ മുഖത്തിൽ പറയണം എങ്ങനെയാണ്, അതുകൊണ്ട് പറയേണ്ടിരുന്നത്. നീ തോന്നില്ലേ നിൻ്റെ ക്യാഷ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കപ്പോൾ ആ ടൈമിൽ എന്താ പോയില്ല എന്ന് വെച്ചാൽ കരയാൻ പാടില്ല, കരഞ്ഞൊന്നുമില്ല. വെച്ചാൽ നമ്മുടെ മനസ്സിലൊരു വിഷമമുണ്ട് എന്ന് വെച്ചാൽ ഒരു കരയുന്ന ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്നാൽ കുഴപ്പമില്ല, എനിക്കെന്നാൽ 5000 രൂപ തന്നോ, വെള്ളിയാഴ്ച ഒന്ന് ഫോട്ടോ എടുത്തല്ലേ 5000 തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളി അപ്പോൾ 5000 രൂപ നീ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അല്ലോളോ. അതൊന്നും ശരി, നമ്മളൊരു വർക്ക് എടുക്കുമ്പോൾ വെള്ളി ശനി ഞായർ ഒരു സ്ഥലത്ത് തന്നെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മളത് കസ്റ്റമർ ആവശ്യപ്പെടുന്നതിന് നമ്മൾ വലിയ ലാഭമില്ല നഷ്ടമില്ല രീതിയിൽ നമ്മൾ ഒരു റേറ്റ് പറയുമല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞ റേറ്റാണത്.